ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ചാമയരിയും ചെറുപയറും ചേർത്ത് വേവിച്ച കഞ്ഞിയിൽ തേങ്ങ ചിരകിയത് കൂടെ ചേർത്തിടുമ്പോഴാണ് അടഞ്ഞിടക്കുന്ന അടുക്കള വാതിൽ ആരോ മുട്ടുന്ന പോലെ രേണുക്ക് തോന്നിയത്. സുജാതയായിരിക്കും. കുറച്ച് തേങ്ങ ഒളിച്ചിടാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തിരുന്ന ജോലി അവിടെ നിർത്തിവെച്ച് രേണുക ചെന്ന് വാതിൽ തുറന്നു നോക്കി. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. ഇപ്പോഴും ചെറുതായി ഇരുട്ടുമൂടി കിടക്കുകയാണ്. കണ്ണു തെളിച്ച് നോക്കിയിട്ടും ആരെയും കണ്ടില്ല. അടുക്കളപ്പുറത്ത് ലൈറ്റ് ഇട്ടിട്ട് ആരെയും കാണുന്നില്ല. ഇനിയിപ്പോൾ തോന്നിയതായിരിക്കും. എന്നാലും ശരിക്കും ശബ്ദം കേട്ടാണല്ലോ. ഇനി വല്ല പൂച്ചയും ചാടിയതാവും എന്നൊക്കെ വിചാരിച്ച് രേണുക വീണ്ടും വാതിലടച്ചിട്ട് കഞ്ഞിയിലേക്ക് തേങ്ങ നന്നായി ചേർത്തിളക്കി. എല്ലാം പാകത്തിനുണ്ടോ എന്ന് നാവിൽ തൊട്ടി രുചി നോക്കുമ്പോഴാണ് കഴുത്തിന് താഴെയായി ഒരു നിശ്വാസം വന്ന് തട്ടിയതുപോലെ രേണുക്ക് തോന്നിയത്. എന്തെങ്കിലും കാറ്റാവുമെന്ന് ഇത് അവർ വെറുതെ കൈകൊണ്ട് കഴുത്തിനും തലോടി. പക്ഷെ അടുത്ത നിമിഷം തന്നെ ആരോ ചെവിക്കരികിൽ നിന്ന് കിതക്കുന്ന പോലെ രേണുക്ക് തോന്നി. പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് പകച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിൽ രേണുകൊന്ന് അലറിയെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള സാരി ധരിച്ച് മുടി അഴിച്ചിട്ട് കണ്ണുകൾ നീട്ടി എഴുതിയ പോലെ ചുവന്ന പൊട്ടും തൊട്ട് കണ്ണുകൾ ഉരുട്ടി നിൽക്കുകയാണ് വൈദേഹി. ആദ്യത്തെ പകപ്പെന്ന് മാറിയ ആൾ വൈദേഹിയാണെന്ന് കണ്ടപ്പോൾ രേണുക പതുക്കെ സമനിലഭാവം കൈവരിച്ചു. നീയോ? നീ എന്താടി ഇവിടെ? നീ എങ്ങനെ ഇതിനകത്തേക്ക് കയറിയടി? വൃത്തികെട്ട സ്ത്രീയെ, നീ എന്നെ എടിയെന്ന് വിളിക്കുന്നോടി. അതും പറഞ്ഞു വൈദേഹി രേണുകയുടെ കവിളിലായി കുത്തിപ്പിടിച്ചു. അവളുടെ കൂർത്ത നഖങ്ങൾ രേണുകയുടെ കവിളിലായി തറച്ചിറങ്ങി. വേദന കൊണ്ട് രേണുകയുടെ കണ്ണുകൾ തുറിച്ചു. കുടുകുടാ വെള്ളം ചാടി. രേണുക്ക് അപകടം മണത്തു. വൈദേഹിയുടെ വരവ് വെറുതെയുള്ള വരവില്ലെന്ന് അവർക്ക് മനസ്സിലായി. എങ്ങനെയാ അവളിൽ നിന്ന് കുതിരിമാറി അവർ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയോടാൻ നോക്കിയപ്പോൾ വൈദേഹി അവരെ കയ്യാൽ ചുറ്റിപ്പിടിച്ച് ചുമരിലൂടെ മുകളിലേക്ക് പൊക്കി. അവളുടെ അസാമാന്യ ശക്തി കണ്ടപ്പോൾ ഇവളൊരു സാധാരണ സ്ത്രീയല്ലെന്ന് തോന്നൽ രേണുകയുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. ഭയത്താലും വേദനയാലും അവർ കിടന്ന് വിറച്ചു. കാലുകൾ നിലത്തൂത്താൻ പറ്റാതെ രേണുക വൈദേഹിയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. പതുക്കെ വൈദേഹിയുടെ മുഖം മാറി തുടങ്ങി. ഒരു യക്ഷിക്ക് സമാനമായ രൂപം അവൾ പൂണ്ടു. താനിപ്പോൾ നെഞ്ചുപൊട്ടി മരിക്കുമെന്ന് തോന്നൽ രേണുകയുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. വൈദേഹി അവരെ പതുക്കെ നിലത്തേക്ക് ഇറക്കി. നീ ആരാ? എന്നെ ഒന്നും ചെയ്യരുത്, കരഞ്ഞു കൂപ്പുകൈകളോട് പറഞ്ഞപ്പോൾ വൈദേഹി ഉറക്കെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തു. അല്ലെങ്കിലും നിന്നെ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ലടി. നിന്റെ മരുമകളുണ്ടല്ലോ, അവൾ, ആ മേഘ, അവളെ എനിക്ക് വേണം. എന്തിനാണെന്നറിയണ്ടേ? അവളെ എനിക്ക് ബലി കൊടുക്കണം, എൻ്റെ ബലിരൂപിക്ക് വേണ്ടി. എന്നിട്ട് വേണം നിന്റെ മോനുമൊത്ത് എനിക്ക് സുഖമായി ജീവിക്കാൻ. പക്ഷേ നീ അതിനെ സമ്മതിക്കില്ലല്ലോ. നീ അവരെ ഇവിടേക്ക് അടുപ്പിക്കാൻ നിർത്തിയിരിക്കല്ലേ. അങ്ങനെ അവിടെ തന്നെ അവരെ നിന്നാ ഞാനെങ്ങനെ ബലി കൊടുക്കും? കേട്ട വാർത്തയിൽ പകച്ച രേണുക അടുത്ത നിമിഷം തന്നെ വൈദേഹിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. നീ എന്താടി പറഞ്ഞു? എന്റെ കുഞ്ഞിനെ ബലി കൊടുക്കുന്നോ? നിന്റെ കാര്യം ഇന്നത്തോടെ തീർന്നു വൈദേഹി. എനിക്ക് നിന്നെ പണ്ടേ ഒരു സംശയം ഉണ്ടായിരുന്നടി. പിന്നെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാവരും നിന്നെ അങ്ങനെയല്ലേ കണ്ടിരിക്കുന്നത്. അവിടെ ഒരു സാരിയും പൊട്ടും പൂവും എല്ലാവരും നിന്റെ കള്ളത്തിന് ഞാൻ നിന്നെ അറിയിക്കൂടി പിശാചേ. അതും പറഞ്ഞ് രേണുക അവളുടെ കൈകൾ ശക്തമായി കുടഞ്ഞെറിഞ്ഞു. രേണുകയുടെ കയ്യിൽ നിന്ന് അടികിട്ടിയത് കാരണം വൈദേഹി ഒരു നിമിഷം അമ്പരന്ന് പോയിരുന്നു. അത്രയും നേരം പേടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന രേണുക തന്നെ പിടിച്ചടക്കുമെന്ന് അവൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങാനും ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞാൽ ഇതുവരെ ചെയ്തെല്ലാം പൊളി. വൈദേഹി രേണുകയുടെ പിന്നാലെ പാഞ്ഞു. അടുക്കളവാതിൽ കടക്കാൻ പോയ രേണുകയെ വൈദേഹി പിടിച്ചിരുത്തി മുന്നിലേക്ക് ചവിട്ടിയെറിഞ്ഞു. അതിവേഗം വൈദേഹി അവരുടെ മുന്നിലേക്ക് കടന്ന് അടുക്കളയുടെ ഉള്ളിലേക്ക് തന്നെ ഒരു വലിച്ചഴച്ച് അടുക്കളയുടെ വലിയ വാതിൽ വലിച്ചടച്ചു. വേദന കൊണ്ട് രേണുക ഉറക്കെ അലറിയെങ്കിലും ആ വലിയ അടുക്കളയിൽ നിന്ന് രേണുകയുടെ ശബ്ദം പുറത്തേക്ക് പോയില്ല. നീ എന്നെ കടന്നു പോകാൻ നോക്കുന്നോടി. അലറിക്കൊണ്ട് വൈദേഹി നിലത്തേക്കിരുന്ന് രേണുകയുടെ ഇരുകവിലും മാറി മാറി അടിച്ചു. എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്നെ ആ പെടുത്തുവടി. വായിൽ നിന്ന് രക്തമൊഴുകിയ നിലയിലും രേണുക വൈദേഹിയുടെ നേരെ ചീറി. എന്തായാലും നീ എന്നെ പെടുത്താൻ നടക്കിയല്ലേ? ബാക്കിയുള്ള കൂടെ അറിഞ്ഞോ? ഞാനും എൻ്റെ അച്ഛനും ബലിരൂപി ആരാധകരാ. പറഞ്ഞ മനസ്സിലായോ? അതായത് നിന്റെ കമ്പരങ്ങളിലിരിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ എതിർക്കുന്നവരാണെന്ന്. ഞങ്ങൾ ബലിരൂപിയെ മാത്രം ആരാധിക്കുന്നവർ, ബലിരൂപിയുടെ പ്രീതിക്ക് വേണ്ടി സ്ത്രീകളെ ബലി കൊടുക്കുന്നവർ. അത് പറയുമ്പോൾ വൈദേഹിയുടെ മുഖം ഉന്മാദത്താൽ ആടിയുലഞ്ഞു. രേണുക ഉമിനീരിറക്കാൻ പോലും ഭയന്ന് അവളെ തന്നെ നോക്കി. ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ. ഇവിടെ മുമ്പുണ്ടായിരുന്ന അവളെ ഈ ഉഷിയൊക്കെ അപകടത്തിൽപ്പെടുത്തിയ ഞാനാ. മറ്റവളുണ്ടല്ലോ, അവളെ ഒളിച്ചോടി പോയതൊന്നല്ല. അവളെ ഞാനും എൻ്റെ അച്ഛനും കൂടി ബലി കൊടുത്തതാ. അവളടക്കം മൊത്തം 7 പേരെ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ബലി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് അവൾ, നിന്റെ പുന്നാര മരുമകൾ. ആർത്തട്ടച്ച് വൈദേഹി പറയുന്ന കേട്ടപ്പോൾ ഭയത്താൽ രേണുക കണ്ണുകൾ തുറച്ചു കിടന്നു. ഇത്രയൊക്കെ ചെയ്ത് എന്നെ നീ പേടിപ്പിക്കാൻ നോക്കുന്നോടി. വൈദേഹിയുടെ ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു. കൈയുള്ള ചുറ്റി കൊണ്ട് വൈദേഹി രേണുകയുടെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരുന്നു. രക്തം ചീറ്റി ഒഴുകി. ഞെരുക്കത്തിന്റെ അവസാനം രേണുകയുടെ ചലനം നിലച്ചപ്പോൾ വക്രിച്ച ചിരിയോടെ കയ്യിലുള്ള ചുവന്ന പൊടിയിൽ എന്തോ ജപിച്ചുകൊണ്ട് അവിടെ ആകെ വിതറി. വൈദേഹി എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവധി ദിവസമായതിനാൽ സിദ്ധാർത്ഥി രാവിലെ ഉണർന്നിട്ടില്ല. ദോശയിൽ നെയ്യ് തൂവുന്ന നറുഗന്ധം ഫ്ളാറ്റിനുള്ളിൽ പടർന്നപ്പോഴാണ് സിദ്ധാർത്ഥ് കണ്ണിച്ചിമ്മി എഴുന്നേറ്റത്. ഇപ്പോൾ സിദ്ധാർത്ഥിന് ടൈറ്റ് ഷെഡ്യൂളാണ്. മിക്ക ദിവസം ഓഫീസ് ടൈം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുക. 6 മാസത്തെ വർക്ക് കൂടിയേ ചെന്നൈയിലുള്ളൂ. അത് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് തീരും.
പിന്നെ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും അടുത്ത വർക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവേണ്ടി വരും. പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. 6 മാസത്തെ കാര്യം കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥ്. തീരെ പറ്റിയില്ലെങ്കിൽ റിസൈൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നേരത്തെ തന്നെ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ്. പിന്നെ നാട്ടിലെ ഓരോ പ്രശ്നങ്ങൾ കാരണമാണല്ലോ ഇങ്ങോട്ട് കയറിയെന്ന് അവൻ ഓർത്തു. ദോശയുടെ ഗന്ധത്തിന്റെ കൂടെ നല്ല ബ്രൂ കോഫിയുടെ സുഗന്ധം കൂടെ വന്നപ്പോൾ സിദ്ധാർത്ഥിന് പിന്നെ കിടക്കാൻ തോന്നിയില്ല. മേഘ എന്തുണ്ടാക്കിയാലും അസാധ്യ രുചിയാണ്. പെട്ടെന്നൊന്ന് ഫ്രഷായി അവൻ അടുക്കളയിലേക്ക് നടന്നു. ചുണ്ടിലൊരു മൂളിപ്പാട്ടും പാടി ദോശയുടിയായിരുന്നു മേഘ. എന്തോർത്ത് അവളിൽ ഒരു ചെറു പുഞ്ചിരിയുമുണ്ട്. സിദ്ധാർത്ഥ് ഒരു 5 മിനിറ്റോളമായി അവളുടെ തൊട്ടുപിന്നിൽ വന്നു നിൽക്കുന്നു. ഇതുവരെയും അവൻ വന്നു നിൽക്കുന്ന അവൾ അറിഞ്ഞിട്ടില്ല. ഏതോ സ്വപ്നലോകത്താണ് അവൾ. നെയ്യ് തൂവാൻ വേണ്ടി ഡപ്പി നോക്കുമ്പോഴാണ് അടുത്തിരിക്കുന്ന ഡപ്പി കാണാനില്ലെന്ന് അവൾ അറിഞ്ഞത്. ഇത് എവിടെ പോയി? ചുറ്റും നോക്കിക്കൊണ്ട് മേഘ പറഞ്ഞു. എങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാലേ ഇത് മാത്രമല്ല വേറെ പലതും പോവും. തൊട്ടുപുറകിൽ നിന്ന് സിദ്ധാർത്ഥ് പറഞ്ഞപ്പോഴാണ് അവൻ അവിടെ നിൽക്കുന്ന കാര്യം മേഘ അറിഞ്ഞു തന്നെ. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കള്ളച്ചിരിയോടെ നിൽക്കുകയാണ് അവൻ. കയ്യിൽ നെയ്യുടെ ഡപ്പിയുമുണ്ട്. ഷോ, ഇതെപ്പോ വന്നു? ഞാൻ കണ്ടില്ല. അമളി പറ്റിയ ഭാഗത്തിൽ മേഘ അവന്റെ നേരെ കൈ നീട്ടിയപ്പോൾ സിദ്ധാർത്ഥ അവരുടെ കയ്യിൽ കൊടുക്കാതെ ദോശയുടെ മുകളിലേക്ക് തൂവിക്കൊടുത്തു. ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇതെന്താ സെറ്റ് സാരി കൊടുത്ത്? സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താ കാര്യം? കാര്യം അത് പിന്നെ അതൊക്കെയുണ്ട്. ഒന്നുകൂടെ ഉറപ്പാട്ടെ എന്നിട്ട് ഞാൻ പറയാം. എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകാമോ? അതിനെന്താ, കൊണ്ടുപോകാലോ. ഒന്ന് കുളിക്കേണ്ട താമസമേ ഉള്ളൂ. കാര്യം എന്തോ ഉണ്ട്, അതവൾ പറയാമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് പിന്നെ എന്താണെന്ന് ചോദിച്ചില്ല. എന്നാ പോയി കുളിച്ചിട്ടോ ആ പാത്രം കൊണ്ട് തരൂ. അവന്റെ കയ്യിൽ നിന്ന് നെയ്പാത്രത്തിന് നേരെ അവൾ കൈ നീട്ടിയെങ്കിലും അവനത് കൊടുത്തില്ല. പകരൊരു ദോശ കൂടെ തവയിലേക്ക് ഒഴിക്കാൻ ആംഗ്യം കാണിച്ചു. അവൾ അതുപോലെ ചെയ്തപ്പോൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് നെയ്യെടുത്തതിന്റെ മേലെ അവൻ ചേർത്ത് കൊടുത്തു. മേഘ, ഞാനൊരൊറ്റ മോനായിരുന്നല്ലോ, കളിക്കാനൊന്നും ആരുമില്ല. അതുകൊണ്ട് കുഞ്ഞിലെ അമ്മയുടെ കൂടെ ആയിരിക്കും മിക്കപ്പോഴും. അമ്മ കൊണ്ട് ദോശ ഇടുമ്പോൾ ഞാൻ ഇതുപോലെ അമ്മയുടെ ഒക്കത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കും. അവൻ പറയുന്നതായിട്ട് മേഘ അവനെ കൗതുകത്തോടെ നോക്കി നിന്നു. ആണോ? അമ്മയെ സിദ്ധേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? എന്തോ അമ്മയെ കാണാൻ വല്ലാത്ത കൊതി തോന്നുക. അടുത്ത വീക്കെൻഡിൽ എന്തായാലും നാട്ടിലേക്ക് പോകണം. മേഘയുടെ നെറ്റിൽ തന്നെ നെറ്റിമുട്ടിച്ച് സിദ്ധാർത്ഥ് പറയുമ്പോഴേക്കും അവന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. മേഘ ചെന്ന് അവന്റെ ഫോൺ എടുത്തു വന്നുകൊണ്ട് കൊടുത്തു. അച്ഛനാണല്ലോ. അവൻ ചിരിയോടെ ഫോൺ എടുക്കുന്നു. അപ്പുറത്ത് എന്തോ വാർത്ത കേട്ട് ഉറക്കി അലറിക്കരയുന്നു. മേഘ പകപ്പോടെ നോക്കി നിന്നു. എന്താ, എന്തു പറ്റിയ സിദ്ധേട്ടാ? ഭയന്നുകൊണ്ട് അവനെ കുലുക്കി വിളിച്ചുകൊണ്ട് മേഘ ചോദിച്ചു. സിദ്ധാർത്ഥ് കരച്ചിൽ തന്നെയായിരുന്നു. മേഘ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി തന്റെ ചെവിയോട് ചേർത്തു. അപ്പുറത്തുനിന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ കരച്ചിൽ അവൾ കേൾക്കാമായിരുന്നു. അച്ഛാ, എന്തിനാ അച്ഛ കരയുന്നേ? എന്തു പറ്റിയതാ? മോളെ, അമ്മ കുറച്ച് സീരിയസാ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. മോള് സിദ്ധുവിനെ കൂട്ടി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോവാ. അപ്പുറത്തുനിന്ന് പരമേശ്വരൻ പറയുന്ന കേട്ട് മേഘ വാ തുറന്നു നിന്നു. അമ്മക്ക് ഹാർട്ട് കംപ്ലൈന്റ് ഉണ്ടെന്നറിയാം, പക്ഷെ കൃത്യമായി മരുന്നൊക്കെ കഴിക്കുന്നതാണ്. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? അച്ഛ, ഇത്ര പെട്ടെന്ന് അമ്മ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നില്ലേ? അസുഖം വന്നോന്നല്ല മോളെ, അമ്മയെ ആരും ഉപദ്രവിച്ച. അവളെ കാണാതെ അച്ഛൻ അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോ എങ്ങനെയാന്നൊന്നും അറിയില്ല മോളെ. ഉപദ്രവിച്ചെന്നോ? ആര്? മേഘക്ക് പരമേശ്വരൻ പറയുന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഫോൺ കട്ടായി പോയിരുന്നു. മുഖം പൊത്തി വിങ്ങിക്കരയാണ് സിദ്ധാർത്ഥ്. മേഘ, എന്റെ അമ്മയെ ആരോ. സിദ്ധുടൻ കരയാതിരിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോവാം. അമ്മയ്ക്ക് ഒന്നും ഉണ്ടാവില്ല. ആൾ അവനെ തന്നെ മാറോട് ചേർത്തുകൊണ്ട് ആശ്വസിപ്പിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഈ നേരം കൊണ്ട് ട്രെയിനിൽ പോയാൽ അങ്ങോട്ട് എത്തില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. മേഘ ഓൺലൈനിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് തിരയാൻ തുടങ്ങി. ചാർജ് കൂടുതലാണെങ്കിലും അതിന് തന്നെ പോകാമെന്ന് വെച്ചു. രണ്ടാളുടെയും വസ്ത്രങ്ങളും മറ്റ് അത്യാവശ്യ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മേഘ തന്നെയായിരുന്നു. എയർപോർട്ടിലേക്ക് പോകാൻ സിദ്ധാർത്ഥിനെ കൊണ്ട് കാർ ഡ്രൈവ് ചെയ്യേണ്ടെന്ന് മേഘ തീരുമാനിച്ചു. അവൾ സെക്യൂരിറ്റിയെ വിളിച്ച് പറഞ്ഞ് ഒരു ടാക്സി അറേഞ്ച് ചെയ്തു. ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. രാവിലെ ഉണ്ടാക്കിയ ആഹാരം പോലും കഴിച്ചിട്ടില്ല. അവൾ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് ചെന്നു അവരോട് കാര്യം പറഞ്ഞു. പച്ചക്കറികളും പഴങ്ങളൊക്കെ അവരോട് എടുത്തോളാൻ പറഞ്ഞു. ഫ്ലാറ്റ് പൂട്ടി താക്കോൽ അവരുടെ കയ്യിൽ വെച്ചോളാനും പറഞ്ഞ് ഏൽപ്പിച്ച് മേഘ സിദ്ധാർത്ഥിനെയും കൂടി താഴേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ടാക്സി എത്തിയിരുന്നു. അതിൽ നേരെ എയർപോർട്ടിലേക്ക്. രാവിലെ നടക്കാൻ പോകുന്ന പതിവുണ്ട്. വീട്ടിൽ വന്നു കയറിയാൽ പുറത്തേനെ പത്രം വായിക്കാനേ ഇരിക്കും. അപ്പോൾ രേണുക മധുരിടാത്തൊരു ഗ്ലാസ് പാൽ കാപ്പി കൊണ്ടുവരും. ഞാൻ പോകുമ്പോൾ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരുന്ന വാതിൽ ഞാൻ വന്നതിന് ശേഷം അവൾ തുറക്കാറുള്ളൂ. ബെല്ലൊന്നും അടിച്ചില്ലെങ്കിലും ഞാൻ വരുമ്പോൾ അവൾ അറിയാറുണ്ട്. ഇന്ന് വന്നിട്ട് അവൾ വാതിൽ തുറന്നില്ല. 2 വട്ടം കോളിംഗ് ബെല്ലടിച്ചിട്ടും തുറന്നില്ല. കുളിക്കുക മറ്റാണെന്ന് കരുതി ഞാൻ പത്രം വായിക്കാനിരുന്നു. 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടും വാതിൽ ഓർക്കാതായപ്പോൾ എനിക്ക് സംശയമായി. വാതിൽ ഓർക്കെ തട്ടി വിളിച്ചു. എൻ്റെ ശബ്ദം കേട്ട് പണിക്കാർ ഓടി വന്നു. എല്ലാവരും ഒച്ചയും ബഹളവും കേട്ടിട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള എൻ്റെ അമ്മ വന്നിട്ട് വാതിൽ തുറന്നു. അകത്തേവിടെ നോക്കിയിട്ട് രേണുകയെ കണ്ടില്ല. അവസാനം ഞങ്ങൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച. ബാക്കി പറയാനാവാതെ ഐസിയുന് മുന്നിൽ നിന്ന് പരമേശ്വരൻ വിങ്ങിപ്പൊട്ടി. വിനീത് അയാളുടെ തോളിൽ പതിയെ തട്ടി ആശ്വസിപ്പിച്ചു. വീട്ടിനുള്ളിൽ 2 വാതിൽ ഉള്ളിൽ നിന്ന് ലോക്കാ. അകത്താണ് ഈ വയ്യാണ്ടിരിക്കുന്ന അമ്മയും രേണുകയും മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണിത് സംഭവിച്ചെന്ന് ഒരെത്തും പിടിയില്ല മോനെ. രേണുകയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഹോസ്പിറ്റലുകാർ കേസ് കൊടുത്തിട്ട് അന്വേഷണത്തിനായി വന്നതായിരുന്നു വിനീതും സംഘവും.
പരമേശ്വരനോട് കാര്യങ്ങൾ ചോദിച്ചറിയായിരുന്നു വിനീത്. നേരത്തെ തന്നെ ആവണിയുടെ കാര്യത്തിലൊക്കെ പരമേശ്വരൻ സഹായിച്ച കാരണം പരമേശ്വരനും വിനീതുമായിട്ട് പരിചയമുണ്ട്. അങ്കിൾ വിഷമിക്കാതിരിക്കുക, ആന്റിയുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലല്ലോ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞെങ്കിലും ഡോക്ടർ പറഞ്ഞ വാക്കുകളായിരുന്നു വിനീതിന്റെ ഉള്ളിൽ. ദേഹമായ ചതച്ചിട്ട പോലെയാണ് ഇരിക്കുന്നത്. മൊത്തം മുറിവുകളാണ്, ഏത് നിമിഷവും മരണം സംഭവിക്കാം. ഹോസ്പിറ്റലിൽ മേഘയുടെ അമ്മയും അച്ഛനും അനിയത്തിയും പരമേശ്വരന് കൂട്ടായിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ വിവരമറിഞ്ഞ് എത്തി വരുന്നേ ഉള്ളൂ. ഉച്ചയോടെ സിദ്ധാർത്ഥും മേഘയും എത്തും. അപ്പോൾ എത്തിക്കോളാമെന്ന് പറഞ്ഞ് വിനീത് പോയി. നാട്ടിലെ എയർപോർട്ടിലേക്ക് എത്തിയ സിദ്ധാർത്ഥിനും മേഘക്കും ഹോസ്പിറ്റലിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയായിരുന്നു സുധാകരൻ. അപ്പോഴാണ് ചുവന്ന പട്ടുസാരി എടുത്ത് വൈദേഹി വന്ന്. പുറകിലായി ഭൈരവനുമുണ്ട്. വൈദേഹിയെ സുധാകരൻ അന്തം വിട്ട് നോക്കി നിന്നു. ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന രൂപമാണ് ഇത്. ചുവന്ന കാഞ്ചീപുരം പട്ടുസാരിയിൽ ജ്വലിച്ചു നിൽക്കുകയാണ് വൈദേഹി. സുധാകരനെ കണ്ടപ്പോൾ ആളൊന്ന് പുച്ഛത്തോടെ നോക്കി. പുറകിൽ വരുന്ന ഭൈരവനും പുച്ഛത്തിനും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. സുധാകരൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. വൈദേഹി വന്ന ഉടനെ തന്നെ ഒരു കസേരയിലായി കയറിയിരുന്നു. അവളുടെ അരികിലായി ഭൈരവനിരുന്നു. ഇതെന്താടി, ഇവിടെ വല്ല ഫാഷൻ ഷോ ഉണ്ടോ? വൈദേഹിയെ കണ്ട അമ്മു അപ്പുവിന്റെ കാതിൽ പതിയെ പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരിടി, അവർ കേൾക്കണ്ട, കാണുമ്പോ തന്നെ പേടിയാവുന്നു. എന്തു ഭംഗിയുണ്ടായിരുന്ന ചേച്ചിയാ, ഇപ്പൊ കണ്ടില്ലേ, ഒരുമാതിരി പ്രേതം പോലെ ഇരിക്കുന്നു. അപ്പു പറഞ്ഞപ്പോൾ അമ്മു അത് ശരിവെച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോഴേക്കും ഭൈരവനും അടുത്തു തുടങ്ങി. അയാൾ അവളെ തോണ്ടി. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? പോവാം. എന്റെ അച്ഛ, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കേസിന്റെ കൂട്ടത്തിന്റെ കാര്യം അറിയട്ടെ, എന്നിട്ട് പോവാം. അവൾ അതും പറഞ്ഞ് ഫോണിലേക്ക് മുഖം പൂഴ്ത്തി. ഭൈരവൻ അസ്വസ്ഥയോടെ അവിടെ തന്നെ ഇരുന്നു. ഓനെ പരമേശ്വരന്റെ ശബ്ദം കേട്ടിട്ടാണ് വൈദേഹി ഫോണിൽ നിന്ന് മുഖമുയർത്തി നോക്കിയത്. നോക്കുമ്പോൾ സിദ്ധാർത്ഥ മേഘയും വരുന്നുണ്ട്. പരമേശ്വരൻ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. വൈദേഹി വേഗം ഇരുന്നിടത്ത് എഴുന്നേറ്റു. മേഘയൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സിദ്ധാർത്ഥിനെ അവൾ കടന്നു പിടിച്ച് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. സിദ്ധു, എന്റെ അപ്പച്ചി. സിദ്ധാർത്ഥ് പിടിപിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വൈദേഹി തന്റെ ശരീരം അവന്റെ ശരീരത്തിൽ കൂടുതൽ അമർത്തിക്കൊണ്ടിരുന്നു. മേഘ അത് കണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല അവൾ. പരമേശ്വരന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. എല്ലാം കൂടെ കേട്ടപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന ആശങ്ക അവളുടെ ഉള്ളിലും പരന്നു. വൈദേഹിയുടെ പ്രകടനം കണ്ട് ഭൈരവൻ പോലും വിചാരിച്ചു ഇവളിന്ന് ശരിക്കും കരയുകയാണോ എന്ന്. മാറിക്കു വൈദേഹി അങ്ങോട്ട്. തന്റെ അച്ഛൻ്റെ അടുത്ത് പോലും പോകാൻ സമ്മതിക്കാതെ വൈദേഹി തന്നിൽ പിടിമുറുക്കിയപ്പോൾ സിദ്ധാർത്ഥ അവളെ പിടിച്ചേളി. എന്നിട്ട് മാറാതെയായപ്പോൾ അവൻ അവളുടെ തോളിൽ നഖം വെച്ച് നല്ലൊരു പിച്ചു വെച്ച് കൊടുത്തു. അതോടുകൂടി വേദനിച്ച വൈദേഹി വേഗം അവനിൽ നിന്ന് പിടിവിട്ട് നേരെ ഭൈരവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ഭൈരവൻ അവളിൽ നിന്ന് ഒടികണ്ടിട്ട് നോക്കി. പാടുവിട്ട് വരുത്തിയ കണ്ണീരൊക്കെ തുടച്ചു മാറ്റുകയാണ് അവൾ. അത് കണ്ടപ്പോൾ അയാൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. തന്റെ മകൾ നന്നായി പോയെന്നോർത്ത് അയാൾ ഒരു നിമിഷം പേടിച്ചിരുന്നു. സിദ്ധാർത്ഥും മേഘയും വന്നപ്പോൾ അമ്മു അപ്പവും തറവാട്ടിലേക്ക് പോയി. അവിടെ അച്ചമ്മയും സുജാതയും പറമ്പിലെ ജോലിക്കാർ രണ്ടുപേരുടെ ഭാര്യമാരും മാത്രമേ ഉള്ളൂ. സിദ്ധാർത്ഥ് പരമേശ്വരനോട് സംസാരിക്കുന്നതിൽ തന്നെ വിനീതും കുറച്ച് പോലീസുകാരും അങ്ങോട്ടേക്ക് വന്നു. അവർക്ക് തറവാട് വീടൊന്നും പരിശോധിക്കണത്രേ. ഡോക്ടർ ഒന്ന് ചെന്ന് കണ്ടിട്ട് വിനീതിന്റെ കൂടെ വരാൻ സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധാർത്ഥ് പോയപ്പോൾ അവനെയും കാത്തിരിക്കുന്ന വിനീത് അതിനിടയിലാണ് നിരത്തിയിരിക്കുന്ന കസേരകളൊന്നിരിക്കുന്ന വൈദേഹി അവൻ കാണുന്നു. ആവണിയുടെ വായിൽ നിന്നും പലതവണ അവളുടെ പേര് കേട്ടിട്ടുണ്ട്, 1-2 തവണ കണ്ടിട്ടുമുണ്ട്. അതുകൂടാതെ ഇവളെ പറ്റി ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. രൂപത്തിലും ഭാവത്തിലും ആകെ മൊത്തത്തിൽ ഒരു ദുരൂഹത നിറഞ്ഞ സ്ത്രീ. വിനീത് അവളുടെ അടുത്തേക്ക് നടന്നു. വൈദേഹി നേരത്തെ തന്നെ അവനെ കണ്ടിരുന്നെങ്കിലും അവന് മുഖം കൊടുക്കാതിരിക്കുകയായിരുന്നു അവൾ. തങ്ങളുടെ അരികിലേക്ക് വിനീത് നടന്നു വരുന്ന കണ്ടപ്പോൾ ഭൈരവനും വൈദേഹിയും ഒന്ന് പരിഭ്രമിച്ചു. വൈദേഹി എപ്പോഴാണ് വിവരം അറിഞ്ഞ്? അവളുടെ അരികിലേക്ക് വന്ന് യാതൊരു മുഖവരിയില്ല വിനീത് ചോദിച്ചപ്പോൾ വൈദേഹിയുടെ മുഖം വിളറി വെളുത്തു. അത് രാവിലെ തന്നെ അറിഞ്ഞിരുന്നു. എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത്? അത് പിന്നെ സങ്കടം കൊണ്ട്. അപ്പോ ഇപ്പൊ എന്താ സങ്കടമല്ലേ? വിനീതിന്റെ പരിഹാസത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ വൈദേഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു. സാറെന്താ ആളെ കളിയാക്കിയാണോ? എനിക്ക് തോന്നുമ്പോൾ വരുമ്പോൾ അതൊക്കെ ഞാനെന്തിനാ സാറിനെ ബോധ്യപ്പെടുത്തുന്നത്? വിനീത അവളെ അടിമുടിയെ നോക്കി. ആകെ മൊത്തത്തിൽ അവൾക്കൊരു കള്ളത്തരമുണ്ടെന്ന് അവളുടെ ശരീരഭാഷ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും എന്നെ ബോധ്യപ്പെടുത്തേണ്ട, പക്ഷെ നീ ഒരിക്കൽ കൂടി എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അന്ന് നീ പലതും എന്നോട് ബോധ്യപ്പെടുത്തേണ്ടി വരും. വിനീത് പറഞ്ഞ മൊത്തം വൈദ്യയോടായിരുന്നെങ്കിലും അതെല്ലാം കേട്ട് പേടിച്ച ഭൈരവനായിരുന്നു. വാ മോളെ, നീ എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നു? നമുക്ക് വീട്ടിലേക്ക് പോവാം. ഭൈരവന് എപ്രാളം പൂണ്ടപ്പോൾ വൈദ്യ അയാളെ കണ്ണുരുട്ടി നോക്കി. ചെല്ല്, നമുക്കിനിയും കാണാം. വിനീത് അതും പറഞ്ഞ അവരുടെ അരികിൽ നിന്ന് നടന്നു. വിനീത് പോയപ്പോൾ ഭൈരവൻ വേഗം അവരുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. അച്ഛാ, എന്ത് പണിയാ നീ കാണിച്ച്? ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അവന് സംശയാവില്ലേ ഉള്ളൂ. വാ, നമുക്ക് അവിടേക്ക് തന്നെ പോയി ഇരിക്കാം. മണ്ടത്തരം പറയാതിരിക്കുക വൈദേഹി. അവനവിടെ തറവാട്ട് വീട്ടിലേക്ക് പോകാൻ സിദ്ധാർത്ഥിനെ കാത്തിരിക്കുക. അവരിപ്പോ നേരെ തറവാട്ട് വീട്ടിലേക്കാണ് പോകുന്നത്. ഈ സമയം നമ്മൾ അവിടെ വേണം. പലതും അവരുടെ കണ്ണിൽ നിന്ന് മറക്കാനുണ്ട്. ബലിരൂപി എനിക്ക് പല അടയാളങ്ങൾ ഇപ്പൊ കാണിച്ചിരുന്നുണ്ട്. നീ പെട്ടെന്ന് വാ. അച്ഛൻ പറയുന്നത് ശരിയാണെന്ന് വൈദേഹിക്ക് മനസ്സിലായി. അവൾ ഭൈരവന്റെ ഒപ്പം വീട്ടിലേക്ക് യാത്രയായി. ഡോക്ടറോട് സിദ്ധാർത്ഥ് സംസാരിച്ചപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുള്ള വാർത്തയൊന്നുമല്ല രേണുകയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞത്. കണ്ണീരണിഞ്ഞ മുഖവുമായി സിദ്ധാർത്ഥ് പുറത്തേക്ക് വരുമ്പോൾ അവനെ കാത്ത് എല്ലാവരും പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. മോനെ, നീ ഇവരുടെ കൂടെ വീട്ടിലേക്ക് ചെല്ല്. അവനെ കൂടുതലൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പരമേശ്വരൻ നിന്നില്ല. മേഘയോടെ എല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞേൽപ്പിച്ച് സിദ്ധാർത്ഥ് വിനീതിനെയും മറ്റു പോലീസുകാരുടെയും കൂടെ തറവാട്ടിലേക്ക് പോയി.
അച്ചമ്മയെ ചെന്ന് നോക്കിയപ്പോൾ കരച്ചിലും ബഹളവുമായി ഇരിക്കുകയാണ്. സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ അവരുടെ ബഹളം ഒന്നുകൂടെ കൂടി. വിവരങ്ങളൊന്നും അറിയാതെ ആകെ ആദ്യ പിടിച്ചിരിക്കുകയാണ് അവർ. പരമേശ്വരന് വാതിൽ തുറന്നു കൊടുത്തെങ്കിലും രേണുകയുടെ മുഴുവനായിട്ടുള്ള അവസ്ഥ അവർക്ക് അറിയില്ലായിരുന്നു. തലകറങ്ങി വീണതോ മറ്റാണെന്നാണ് പരമേശ്വരൻ അവരോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞെങ്കിലും രേണുക്ക് എന്തോ ആപത്ത് സംഭവിച്ചെന്ന് അവർക്ക് തോന്നിയിരുന്നു. ഒന്നുമില്ല അച്ചമ്മേ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. 2 ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും, എന്നിട്ട് വരും. അച്ചമ്മ കരയാണ്ടിരിക്കുക. സിദ്ധാർത്ഥ അവർ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അമ്മുവും അപ്പു അച്ചമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വിനീതും ബാക്കിയുള്ള പോലീസുകാരും അടുക്കളയിലാകെ പരിശോധന നടത്തുകയായിരുന്നു. അടുക്കളയുടെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയാണ് കളപ്പുരയുള്ളത്. സുജാത അവിടെയാണ് ഉണ്ടായിരുന്നത്. അതിനാൽ സുജാതയോട് അവർ ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു. നിങ്ങളൊരു അനക്കവും കേട്ടില്ലേ? ഇല്ല സാർ, കേട്ടില്ല. ശീലമുള്ളതുകൊണ്ട് പുലർച്ചെ തന്നെയാണ് ഞാൻ എഴുന്നേറ്റ്. കുറച്ച് തേങ്ങ ഒളിച്ചിടാൻ രേണുകമോൾ തലേന്നതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിറകുപുരയുടെ അടുത്തുനിന്ന് തേങ്ങ ഒളിക്കായിരുന്നു ഞാൻ. പരമേശ്വരൻ ചേട്ടൻ്റെയും മറ്റു ആൾക്കാരുടെയൊക്കെ ഒച്ചയും പാളം കേട്ടിട്ടാണ് ഞാൻ ഓടി വരുന്നത്. വന്ന് നോക്കുമ്പോൾ ബാക്കി പറയാനാവാതെ സുജാത വിങ്ങിക്കരഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.